ആസ്തറ്റിക് സെൻസോ സിനിമാറ്റിക് സെൻസോ ഒന്നും അല്ല അദ്ദേഹം പറയുന്നത്. വളരെ ടഫായിട്ടുള്ള തീം. അപ്പോൾ പ്രദീപ് നായർ എന്നു പേരുള്ള ഒരു മലയാളി ഈ ജൂറിയിലുണ്ട്. അദ്ദേഹമാണ് മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ മാത്രമാണ് ഇതൊരു പ്രൊപ്പഗൻഡ ഫിലിമാണെന്നും ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കരുതെന്നും പറഞ്ഞത്. ബാക്കി ജൂറിയിലുണ്ടായിരുന്ന മറ്റ് 10 പേർക്കും 11 പേരെ മറ്റാണ് ജൂറിയിലുണ്ടായിരുന്നത്. ബാക്കി 10 പേരും ഈ സിനിമയെ അനുകൂലിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ഈ നാഷണൽ അവാർഡ് സിനിമാ നിർണ്ണയത്തിൽ ജൂറി ആരാണെന്നുള്ളത് മുഴുവനായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല. അവരെന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തുവിടില്ല. അതിനൊരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. അപ്പം ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്, അവരുടെ വാദങ്ങൾ എന്തായിരുന്നു നമുക്കറിയില്ല. പക്ഷേ ഈ സിനിമ ഇപ്പോൾ കശ്മീർ ഫയൽസ് ഈസ് ഓക്കെ, കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് അവാർഡ് കൊടുക്കണം എന്ന് ജൂറിയിൽ പറയുമ്പോൾ മലയാളിയായ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് നൈതികത ഉണ്ടെങ്കിൽ അയാൾക്ക് ആ ജൂറിയിൽ നിന്ന് ഇറങ്ങി വരാം. ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറയാമായിരുന്നു. അങ്ങനെയാണല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇതൊരു പ്രൊപ്പഗൻഡ ഫിലിം എന്നതിലുപരി ഒരു കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്ന ഒരു സിനിമ എന്നതിലുപരി പച്ചക്കള്ളമാണല്ലോ. പച്ചക്കള്ളം എന്ന് മാത്രമല്ല, ഒരു സംസ്ഥാനത്തെ അപഹസിക്കുന്ന, സംസ്ഥാനത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ സംസ്ഥാനത്തു നിന്നൊരു ജൂറി അംഗം തൻ്റെ സംസ്ഥാനത്തെ തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഇരിക്കുന്നതിന് കാര്യം എന്താണ്? ബാക്കി എല്ലാവരും വോട്ടിനിട്ട് 10 പേര് വോട്ടിനിട്ട് അതിന് അദ്ദേഹം ഇറങ്ങി പറയണമായിരുന്നു. അദ്ദേഹം പുറത്തു നിന്ന് പറയണമായിരുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയണമായിരുന്നു. അതായിരുന്നു രാഷ്ട്രീയമായ ഒരു ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അത് അദ്ദേഹം കാണിച്ചില്ല. അദ്ദേഹം എന്തിനാണ് അവിടെ ഇരുന്നതെന്ന് നമുക്കറിയില്ല. ബാക്കി ആരൊക്കെ അതിലുണ്ടായിരുന്നു അറിയില്ല. ഒരേ ഒരു മലയാളി അദ്ദേഹമാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഓക്കെ, ഇനി അവാർഡ് കൊടുത്തതിൽ എനിക്ക് ഈ കേരള സ്റ്റോറീസ് മാത്രമല്ല, മൊത്തത്തിൽ ഇതിന് മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അജയ് ദേവ്ഗണിന് അവാർഡ് കിട്ടിയൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഒരു മറാഠ വാരിയറുടെ കഥയാണ്. ആ സിനിമ 2021 മറ്റാണെന്ന് തോന്നുന്നു. ഒരു ബയോപിക്, ഒരു മറാഠ വാരിയറുടെ കഥയാണ്. ആ സിനിമയൊന്ന് യൂട്യൂബിലുണ്ട്, അത് കണ്ടു നോക്കണം. അതായത് ഇപ്പം ഈ കേരള സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അത് നന്നായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമ ടെക്നിക്കലി പോലും ഒരാൾക്ക് കണ്ടിരിക്കാൻ കഴിയാത്തൊരു പടത്തിലാണ്. അതിൽ ഏറ്റവും മികച്ച അജയ് ദേവ്ഗണിൻ്റെ അഭിനയം നമുക്കറിയാമല്ലോ. തൻഹാജി, യെസ്. അങ്ങനെ കുറേ അധികം 2016 മുതൽ ആണ് ഇതിൻ്റെ ഒരു മാറ്റം വന്നു തുടങ്ങുന്നത്. 2016 മുതൽ ഉള്ള എല്ലാ നാഷണൽ അവാർഡിലും ഇതുണ്ട്. അതിനർത്ഥം അതിലെല്ലാ അവാർഡിതമായ എല്ലാ പടങ്ങളും മോശമാണെന്നല്ല, ചില നല്ല പടങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ്, അവാർഡ് നിർണ്ണയത്തിൻ്റെ പ്രധാന ഫോക്കസ് ഒന്ന് ഇവരുടെ ഒരു ഹിസ്റ്റീരിക് നാഷണലിസത്തെ അക്നോളജ് ചെയ്യുന്ന സിനിമകളെ പുരസ്കരിക്കുക. ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലൈൻ. അതെങ്ങനെയാണ് അതിനുവേണ്ട ജൂറികൾ അവർ പിക്കപ്പ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ ഈ ജൂറി ചെയർമാൻ, ഇത്തവണത്തെ ജൂറി ചെയർമാൻ അങ്ങനെ പരസ്യമായ ഒരു BJP അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ അദ്ദേഹം പോലും എന്ത് ചെയ്യാണ്, ഈ കേരള സ്റ്റോറീസിന് വേണ്ടി മാധ്യമങ്ങളോട് ഇത് നല്ല സിനിമയാണെന്ന് പറയേണ്ടി വരും, ഞാൻ അവാർഡ് കൊടുത്തു എന്ന് പറയേണ്ടി വരികയാണ്. അതൊരു നമ്മുടെ സിനിമയ്ക്ക് തന്നെ മോശമായൊരു കാര്യമാണ്. ഒരു നല്ല ഫിലിം മേക്കറെ കൊണ്ട് പോലും തങ്ങളുടെ രാഷ്ട്രീയ പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയ അജണ്ട പിന്താങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നമ്മുടെ സിനിമയ്ക്ക് മോശമായൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അത് സിനിമയ്ക്ക് മൊത്തം കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അവാർഡ് കിട്ടണമെങ്കിൽ, പുരസ്കരിക്കപ്പെടണമെങ്കിൽ, രാജ്യം അക്നോളജ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സിനിമ എടുക്കണം എന്നൊരു മെസ്സേജാണ് കൊടുക്കുക. അതിൻ്റെ മാറ്റം ചില സിനിമാ മേഖലകളിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തെലുങ്ക് സിനിമകൾ നോക്കുക. ഇപ്പോൾ സംഘപരിവാർ എക്കോസിസ്റ്റം ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരു സിനിമയാണ്. അവർ സൗത്ത് ഫിലിം എന്ന് പറയുന്നത് മലയാളത്തിൽ തമിഴിനെയല്ല, സൗത്ത് ഫിലിം എന്ന സംഘപരിവാർ എക്കോസിസ്റ്റം പറയുന്നത് തെലുങ്ക് സിനിമകളെക്കുറിച്ചാണ്. അപ്പോൾ ഈ തെലുങ്ക് സിനിമകളെ സംഘപരിവാർ എക്കോസിസ്റ്റം പോകുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ബാഹുബലി നോർത്ത് ഇന്ത്യയിൽ വലിയതായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. പുഷ്പ 1, 2 വലിയ സ്വീകരണം ലഭിച്ചു. RRR ഓസ്കാർ പോയി. പ്രധാനമന്ത്രിനെ നേരിട്ട് അഭിനന്ദിക്കുന്നു. തെലുങ്കിലേക്ക് നോക്കുക, ആ ഒരു ടേസ്റ്റുള്ള സിനിമകൾ ധാരാളമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സംഘപരിവാറിന് സ്വീകാര്യമായ സിനിമകൾ ധാരാളമായി തെലുങ്കിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് മറ്റ് ഇൻഡസ്ട്രികൾക്കും ഒരു ഇതാണ്. എങ്ങനത്തെ സിനിമ എടുത്താലാണ് ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെടുക, അവാർഡ് കിട്ടുക എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവും.